പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രൂശിതനായ യേശുവിനെ കുറിച്ച് ചിന്തിക്കാൻ പല രീതികൾ സഭാ മാതാവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ക്രൂശിതനായ ഈശോയെക്കുറിച്ച് ഓർമ്മിക്കാൻ നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് കുരിശിൻ്റെ വഴി. കുരിശിൻ്റെ വഴി ചെല്ലുക. അപ്പോൾ നമ്മൾ ക്രൂശിതനായ ഈശോയെക്കുറിച്ചാണ് അതിനകത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കും. വേറെ ഒന്നും അതിനകത്ത് പറയുന്നില്ല, ക്രൂശിതനായ ഈശോയെക്കുറിച്ചാണ്. ഈ കുരിശിൻ്റെ വഴി മുഴുവൻ, ആ പുസ്തകം മുഴുവൻ കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, അല്ലെങ്കിൽ അത്രയും ഒരു 3/4 മണിക്കൂർ സമയം ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു 5 മിനിറ്റോ ഒരു 7 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഒരു ചെറിയ വഴി ഞാൻ പറഞ്ഞു തരാം. അതായത് അതിൻ്റെ 14 സ്റ്റേഷൻ മുഴുവൻ അങ്ങോട്ട് കാണാതെ പഠിക്കുക. 1-ാം സ്ഥലം, ഈശോ മിശിഹ കുരിശ് മരണത്തിന് വിധിക്കപ്പെടുന്നു. നിങ്ങൾ ആ ക്രൂശിതനായ ഈശോ കുരിശ് മരണത്തിന് വിധിക്കപ്പെടുന്ന രംഗങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക. പിന്നെ അതിൻ്റെ കുറച്ച് പ്രാർത്ഥനയൊക്കെ ചെല്ലാൻ പറ്റുക ചെല്ലുക. 2-ാം സ്ഥലം, ഈശോ മിശിഹ കുരിശ് ചുമക്കുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കുക. 3-ാം സ്ഥലം, ഈശോ 1-ാം പ്രാവശ്യം നിലത്ത് വീഴുന്നു, അതിനെക്കുറിച്ച് കുറച്ച് നേരം ചിന്തിക്കുക. അതിന് കുറച്ച് ഒരു സ്വർഗ്ഗസ്നായ ഒരു നന്മ പറഞ്ഞു പറയും, പ്രാർത്ഥനയൊക്കെ ചെല്ലുക. ഒരു 5-6 മിനിറ്റ്, ഒരു 7 മിനിറ്റോട് നിങ്ങൾക്ക് ഈശോയുടെ പീഡാസഹനം പെട്ടെന്ന് ധ്യാനിക്കാൻ പറ്റും. അങ്ങനെ 14 സ്ഥലവും നിങ്ങൾ ധ്യാനിക്കുക. ഒരു മുഴുവൻ കുരിശിൻ്റെ വഴിയല്ല, പക്ഷേ എല്ലാ ദിവസവും നിങ്ങൾ എഴുന്നേറ്റാൽ നിങ്ങൾ ഈശോയുടെ പീഡാസഹനങ്ങളെ ധ്യാനിച്ച്, ഈശോയെ ഏറ്റുപറഞ്ഞിട്ട് നിങ്ങൾ പുറത്ത് മറ്റ് ജോലികൾക്ക് വേണ്ടി ഇറങ്ങുക. നിങ്ങൾ രാത്രി നിങ്ങളുടെ ജോലികളെല്ലാം കഴിഞ്ഞ് പോകുമ്പോഴും ക്രൂശിതനായ ഈശോയുടെ പീഡാസഹനങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് ഈശോയെ ഏറ്റുപറഞ്ഞ് പിതാവിനെ മഹത്വപ്പെടുത്തി നിങ്ങൾ വിശ്രമിക്കാൻ പോവുക. നിങ്ങളുടെ എൻ്റയർ സോൾ വിൽ ബി റിന്യൂഡ് ആൻഡ് വിൽ ബി സ്ട്രെങ്തൻഡ്. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങളൊരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നത് അതേ നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ.